ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് ടൂറിസ്റ്റ് ഫാമിലി എന്ന മൂവിയാണ്. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ദാസും അയാളുടെ ഭാര്യയും 2 മക്കളും അടങ്ങുന്ന കുടുംബമാകട്ടെ ശ്രീലങ്കയിൽ നിന്നും കടൽ മാർഗം ഇല്ലീഗലായിട്ട് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്നതാണ്. ശ്രീലങ്കയിൽ ഉണ്ടായ സാമ്പത്തിക മാന്ദ്യം കാരണം അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് അവർ ആ നാട് വിട്ട് ഇന്ത്യയിലേക്ക് വന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ബോട്ടിൽ അവരിവിടെ എത്തിയത്. അവരെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് ദാസിന്റെ ഭാര്യയായ വസന്തിയുടെ സഹോദരൻ പ്രകാശ് ഇവിടേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാധനങ്ങളുമായിട്ട് പ്രകാശിനെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് കൂട്ടത്തിലെ ഇളയ മകനായ മുല്ലി തന്റെ ഒരു ബാഗ് ആ കടൽ തീരത്ത് കിടക്കുകയാണെന്ന് പറഞ്ഞിട്ട് എടുക്കാൻ വേണ്ടി തിരിച്ചു പോകുന്നത്. പക്ഷെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ ഇവരെ കൈയോടെ പൊക്കി. ശ്രീലങ്കയിൽ നിന്നും ഇവർ ഇല്ലീഗലായിട്ട് ഇവിടേക്ക് കടന്നതാണെന്ന് മനസ്സിലായതോടുകൂടി അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. ഇവരെ കൂട്ടാൻ വന്ന പ്രകാശ് ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന് ദാസ് പറയുന്നുണ്ട്. പോലീസിനെ കണ്ടിട്ട് പ്രകാശ് ഒളിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ പോലീസുകാർ പ്രകാശിനെ കണ്ടുപിടിച്ച് അവരെ എല്ലാം കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ബാഗ് എടുക്കാൻ പോയ മുല്ലിയും തിരിച്ച് ഇവരുടെ കൂടെ വന്നിട്ടുണ്ട്. എന്നാൽ വണ്ടിയിലിരിക്കുന്ന സമയത്ത് മുല്ലിയാകട്ടെ തന്റെ ബാഗിൽ നിന്നും ഒരു ചെറിയ പട്ടിക്കുട്ടീനെ പുറത്തേക്ക് എടുക്കുന്നു. തങ്ങളെ വെറുതെ വിട്ടേക്കാൻ ദാസ് പറയുന്നുണ്ട്. അവിടുത്തെ സാമ്പത്തിക മാന്ദ്യം കൊണ്ടാണ് ഇവിടേക്ക് വന്നത്, അല്ലാതെ ഒരു തെറ്റായ പ്രവർത്തിക്കുമല്ല. എങ്ങനെയെങ്കിലും ജീവിച്ചു പോകണം, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ മനസ്സിൽ. എന്നാൽ പോലീസുകാരെ ഒന്നും തന്നെ കേൾക്കുന്നില്ല. മെയിനായിട്ടും കോൺസ്റ്റബിൾ ഭൈരവയോടാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. മുല്ലിയാകട്ടെ ഭൈരവയോട് പറയുന്നുണ്ട്, ഞങ്ങളെ എന്തായാലും കൊണ്ടുപോകുകയില്ലയോ, ഈ നായക്കുട്ടിയെങ്കിലും അങ്കിളിനെ വെച്ചൂടെ എന്ന്. ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം പോലും അങ്ങനെ കിട്ടാറില്ല, ഇവനെങ്കിലും മര്യാദയ്ക്ക് ആഹാരം കഴിച്ചു കിടക്കട്ടെ. അങ്കിളിനെ കണ്ടിട്ട് നല്ലൊരു മനുഷ്യനായിട്ട് തോന്നുന്നു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് അവൻ പറയുന്നു. നിന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോ അവൻ പറയുന്നത് ആകാശ് എന്നാണ്. ഇത് കേട്ടതും ദാസൊന്ന് ഞെട്ടി. അവൻ എന്തിനാ പേര് മാറ്റി പറഞ്ഞതെന്ന് അവർക്കറിയില്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഭൈരവ പറയുന്നുണ്ട് തന്റെ മകന്റെ പേരും ആകാശ് എന്നാണെന്ന്. അങ്ങനെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നുകയും മുല്ലിയുമായിട്ട് കുറെ നേരം ഭൈരവ സംസാരിക്കുകയും ചെയ്യുന്നു. തന്റെ മകന് സംസാരിക്കാൻ ശേഷിയില്ല, അവൻ സംസാരിക്കുമായിരുന്നെങ്കിൽ ഇവനെ പോലെ നല്ല പോലെ സംസാരിക്കുമായിരുന്നു എന്ന് ഭൈരവ പറയുന്നുണ്ട്. മുല്ലിയുടെ നിഷ്കളങ്കതയും ഇവരുടെ സംസാരവും എല്ലാം കേട്ടപ്പം പാവം തോന്നിയിട്ട് ഭൈരവയാകട്ടെ അവരെ വെറുതെ വിടുന്നു. ഇനി എന്റെ കണ്ണിൽ പെടരുതെന്നും നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല എന്നും അതുകൊണ്ട് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാനും പറയുന്നു. ആ വണ്ടിയിൽ നിന്നും ഇറങ്ങിയ ശേഷം ദാസ് ചോദിക്കുന്നുണ്ട് ഈ നായ്ക്കുട്ടി ഏതാണെന്ന്. മാത്രമല്ല പോലീസുകാരന്റെ മകന്റെ പേരും ആകാശ് എന്നാണെന്ന് നീ എങ്ങനെ അറിഞ്ഞു എന്ന്. മുല്ലി നല്ല സ്മാർട്ട് ആയിട്ടുള്ള കുട്ടിയായിരുന്നു. അവൻ പറയുന്നുണ്ട് ഞാൻ ബാഗ് തിരിച്ചെടുക്കാൻ പോയ സമയത്ത് ആ കടൽ തീരത്തു നിന്നാണ് എനിക്ക് നായ്ക്കുട്ടി കിട്ടിയത്. അവനെ ഞാൻ എടുത്ത ബാഗിൽ വെച്ചു. പിന്നെ ആ പോലീസുകാരന്റെ കയ്യില് ആകാശ് എന്നൊരു പേരാകട്ടെ പച്ച കുത്തിയിട്ടുണ്ടായിരുന്നു. അയാളുടെ പേരിന്റെ കൂടെ ഉണ്ടായിരുന്നത് അയാളുടെ അച്ഛന്റെ പേരാണ്. അപ്പൊ ആകാശ് അയാളുടെ മകന്റെ പേരായിരിക്കും എന്ന് ഞാൻ ഊഹിച്ചു. അതുകൊണ്ടാണ് എന്റെ പേര് ആകാശ് എന്നാണെന്ന് പറഞ്ഞത്. അതോടുകൂടി അയാൾക്ക് എന്നോട് കുറച്ച് സ്നേഹവും തോന്നി. ഇവന്റെ ഈ ബുദ്ധിയൊക്കെ കണ്ടിട്ട് ശരിക്കും ദാസും ബാക്കിയുള്ളവരും എല്ലാം തന്നെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയായിരുന്നു. ഇവർ ഇപ്പോഴുള്ളത് രാമേശ്വരത്താണ്. അവരവിടെ നിന്നും ചെന്നൈക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു ക്യാബ് ബുക്ക് ചെയ്യുന്നു. വണ്ടിയിലിരുന്ന് അവർ കുറെ ആഹാരങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു കുപ്പത്തൊട്ടിയില് വേസ്റ്റ് എല്ലാം കൊണ്ട് കളയുന്നു. അങ്ങനെ അവർ ചെന്നൈയിലെത്തി. അന്ന് രാത്രി വണ്ടിയിൽ നിന്നും ചായ കുടിക്കാൻ ഇറങ്ങിയ നമ്മുടെ ദാസ് ആകട്ടെ വഴിയരികിൽ ബോധമില്ലാതെ കിടക്കുന്ന ഒരു പയ്യനെ കാണുന്നുണ്ട്. ഓടിച്ചെന്ന് അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആംബുലൻസിനെ വിളിക്കാനൊക്കെ പ്രകാശിനോട് പറയുന്നുണ്ട്. അവൻ മദ്യപിച്ച് ബോധമില്ലാതെ കിടക്കുകയായിരിക്കുമെന്നാണ് പ്രകാശ് പറയുന്നത്. എന്നാൽ അതൊന്നും പ്രശ്നമല്ല, ഒരു ജീവനാണ്, എത്രയും പെട്ടെന്ന് ഇയാളെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് പ്രകാശിനെ കൊണ്ട് അവിടെ ആംബുലൻസ് ഒക്കെ വിളിക്കുന്നു. എല്ലാവരോടും ഭയങ്കര ദയയും കാരുണ്യവുമുള്ള വ്യക്തിയായിരുന്നു ദാസ്. പ്രകാശ് ആകട്ടെ ഇവർക്ക് വേണ്ടിയിട്ട് കേശവനഗർ കോളനിയിലാണ് ഒരു വീട് സെറ്റാക്കി വെച്ചിരുന്നത്. ശ്രീലങ്കക്കാരായതുകൊണ്ട് തന്നെ ഇവരുടെ തമിഴില് ചെറിയൊരു വ്യത്യാസമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം ആൾക്കാരുമായിട്ട് മിണ്ടാനോ സഹകരിക്കാനോ നിൽക്കണ്ട എന്ന് പ്രകാശ് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. തമിഴ് സംസാരിക്കുമ്പോഴുള്ള വ്യത്യസ്തത കാരണം ഇവരെ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ടാണ് തമിഴ് സംസാരിക്കുമ്പോൾ ചെറിയൊരു വ്യത്യസ്തത ഉള്ളതെന്ന് വിശ്വസിപ്പിച്ചേക്കണം. അങ്ങനെ വാടകയ്ക്കെടുത്ത വീടിന്റെ ഫ്രണ്ടിലെത്തി നിന്നുകൊണ്ട് പ്രകാശ് പറയുന്നുണ്ട്, ഈ വീട് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്ന സമയത്ത് ഇവിടുത്തെ വീട്ടുടമസ്ഥയോട് അവരുടെ ഭർത്താവ് എന്ത് ജോലിയാ ചെയ്യുന്നതെന്ന് പലതവണ ഞാൻ ചോദിക്കാൻ ശ്രമിച്ചതാ. ഓരോ തവണയും അവരത് പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒന്നുകിൽ അവരുടെ കുക്കർ വിസിലടിക്കും, അല്ലെങ്കിൽ പാൽക്കാരൻ വരും, അല്ലെങ്കിൽ അവരുടെ മകള് കയറി വരും. അത് കാരണം ഇതുവരെയും അയാളുടെ ജോലി എന്തുവാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ വീടിന്റെ മുകളിലാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള താമസ സൗകര്യം ശരിയാക്കിയിരിക്കുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ ചെല്ലുമ്പോഴും ഇവരോട് ചോദിച്ചു നോക്കാം ഇവരുടെ ഹസ്ബൻഡിന് എന്താ ജോലിയെന്ന്. അപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കയറി വരും, അവരത് പറയത്തുമില്ല. അങ്ങനെ ഇവർ ഉള്ളിലേക്ക് ചെന്നിട്ട് ആ വീട്ടുടമസ്ഥയെല്ലാം തന്നെ പരിചയപ്പെടുന്നു. നിങ്ങളുടെ ഹസ്ബൻഡിന് എന്താ ജോലി എന്ന് ചോദിച്ചതും പാൽക്കാരൻ വരികയും ചെയ്യുന്നുണ്ട്. അവരങ്ങോട്ട് പോവുകയും ചെയ്യുന്നു. വീണ്ടും തിരിച്ചു വന്നിട്ട് ഹസ്ബൻഡിന് എന്താ ജോലി എന്ന് ചോദിക്കുമ്പോഴേക്കും അവർ പറയുന്നുണ്ട് ദേ എന്റെ ഹസ്ബൻഡ് വന്നു എന്ന്. ശരിക്കും അയാളെ കണ്ട് ഇവരെല്ലാവരും ഞെട്ടിപ്പോയി. അയാൾ ആ സ്ഥലത്തെ ഇൻസ്പെക്ടർ ആയിരുന്നു. ഒരു പോലീസുകാരന്റെ വീട് തന്നെയാണ് ശ്രീലങ്കയിൽ നിന്ന് ഇല്ലീഗലായിട്ട് കടന്ന ഇവർക്ക് വേണ്ടിയിട്ട് താമസിക്കാൻ താൻ സെറ്റാക്കിയതെന്ന് ആലോചിച്ചിട്ട് പ്രകാശ് ആകെ ടെൻഷനായി. അവരുടെ തമിഴ് സംസാര രീതിയിൽ നിന്നും ആ ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇവിടെ ഉള്ളവരല്ലേ എന്ന്. ഞങ്ങൾ കേരളത്തിൽ നിന്ന് വന്നതാണെന്നാണ് അവര് പറയുന്നത്. അയാൾക്ക് വലിയ സംശയങ്ങളൊന്നും തന്നെ തോന്നുന്നില്ല. അവരുടെ മകളുടെ പേര് കുരൽ എന്നായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കീയും വാങ്ങിയിട്ട് ദാസും കുടുംബവും മുകളിലത്തെ മുറിയിൽ താമസമാക്കാൻ തുടങ്ങി. മുകളിലേക്ക് കയറി പോകാൻ നേരത്ത് അവരാകട്ടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു പാട്ടിയെ കാണുന്നുണ്ട്. അവര് വസന്തിയെ നോക്കി ചിരിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ അവരുടെ ഭർത്താവാകട്ടെ അവരെ
പെട്ടെന്ന് അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോകുന്നു. അവർ രണ്ടുപേരും അങ്ങനെ ആരോടും അധികം സഹകരിക്കാറില്ലായിരുന്നു. എന്നാൽ ആ പാട്ടിയാകട്ടെ കുറച്ചു കഴിയുമ്പോൾ വസന്തിയുടെ അടുത്തേക്ക് വന്നിട്ട് അവർക്ക് കുടിക്കാൻ വേണ്ടി ചായയൊക്കെ കൊണ്ടു കൊടുക്കുന്നു. ഗ്യാസ് ഒന്നും ശരിയായിട്ടുണ്ടാവില്ലല്ലോ, അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇത് കുടിക്കാൻ അവർ പറയുന്നു. അവർക്ക് എല്ലാവരോടും സംസാരിക്കാൻ ഇഷ്ടമായിരുന്നു. എന്നാൽ പാട്ടിയുടെ ഹസ്ബൻഡ് ആകട്ടെ ആരുമായിട്ടും അധികം സംസാരിക്കാറില്ല. ഇവിടെ ദാസിന്റെ മൂത്ത മകൾ നിധു ആകട്ടെ ദാസിനോട് നല്ല ദേഷ്യത്തിലാണ്. അവന് ശ്രീലങ്ക വിട്ടു പോകാൻ ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അവൻ പ്രണയിക്കുന്ന പെൺകുട്ടി അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ രാത്രിക്ക് രാത്രി കുടുംബമായിട്ട് ഇങ്ങോട്ട് വന്നത് കാരണം അവന് ദേഷ്യം മുഴുവൻ ദാസിനോടായിരുന്നു. പിറ്റേന്ന് രാവിലെ പ്രകാശ് ആകട്ടെ ആവശ്യത്തിനുള്ള സാധനങ്ങളുമായിട്ട് അവരുടെ വീട്ടിലേക്ക് വരുന്നു. പതിയെ അവര് നോർമലായിട്ടുള്ള ഒരു ജീവിതം ജീവിച്ചു തുടങ്ങിയായിരുന്നു. ദാസിന് ഇനി ഒരു ജോലി കണ്ടുപിടിക്കണം, അതായിരുന്നു അയാളുടെ ലക്ഷ്യം. ആ ഇൻസ്പെക്ടറെ കാണുമ്പോഴെല്ലാം തന്നെ ദാസ് ഒന്ന് പേടിച്ചാണ് സംസാരിച്ചിരുന്നത്. ദാസ് ആദ്യം ആ ഏരിയയും സ്ഥലവും എല്ലാം തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഇറങ്ങി ഓരോരുത്തോട്ടും പോകുന്ന വഴികളെല്ലാം തന്നെ നോട്ട് ചെയ്ത് വെക്കുന്നു. ആ ഒരു നായക്കുട്ടിയെ കൊണ്ട് ആ വീട്ടിൽ ആകെ ശല്യമായിരുന്നു. അത് തോന്നിയ സ്ഥലത്തെല്ലാം തന്നെ കാര്യം സാധിച്ചു വെക്കുന്നുണ്ട്. അതിലറിയാതെ ദാസ് ചവിട്ടുന്നുമുണ്ട്. ആ കോളനിയിലാകട്ടെ ഒരു പയ്യൻ താമസിക്കുന്നുണ്ട്. അവൻ നല്ല മദ്യപാനിയായിരുന്നു. പല ദിവസങ്ങളിലും മദ്യപിച്ചിട്ട് ബോട്ടിലെല്ലാം തന്നെ പല വീടുകളുടെ ഫ്രണ്ടില് എറിഞ്ഞുടയ്ക്കും. അത് കാരണം എല്ലാവരും അവനോട് നല്ല ദേഷ്യത്തിലാണ്. ഓരോ ദിവസവും അവന്റെ അടുത്ത് വന്ന് വഴക്കുണ്ടാക്കുകയും അവനെ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാര്. അതിനിടയ്ക്ക് പ്രകാശാകട്ടെ ഇവർക്ക് വേണ്ടിയിട്ട് ഫേക്ക് ആധാർ കാർഡുകളെല്ലാം തന്നെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. മുല്ലി അവരാകട്ടെ അടുത്തുള്ള ഒരു സ്കൂളിൽ ചേർക്കുന്നു. അതേസമയം രാമേശ്വരത്ത് പോലീസ് സ്റ്റേഷനിൽ ACP ആകട്ടെ ഒരാളെ ക്രൂരമായി മർദ്ദിക്കുന്നതാണ് കാണിക്കുന്നത്. അയാൾ നല്ലൊരു ദേഷ്യക്കാരനായിരുന്നു. ഏതോ കേസിൽപ്പെട്ട അയാളെ ഇങ്ങനെ അടിച്ച അവശനിലയിലാക്കിയിരിക്കുകയാണ് ACP. അയാൾ എപ്പോ വേണമെങ്കിലും മരിക്കാവുന്ന ഒരു ഘട്ടത്തിലായിരുന്നു. എല്ലാവരും ചേർന്നിട്ട് ആ സസ്പെക്ടിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആ സമയത്താണ് ACPക്ക് ഒരു കോള് വരുന്നത്. രാമേശ്വരത്ത് ഒരു കുപ്പത്തൊട്ടിയില് ബോംബ് സ്ഫോടനം നടന്നു എന്ന് പറഞ്ഞിട്ട്. ആ കേസ് അന്വേഷിക്കാൻ പോകുന്നത് ACPയും ഭൈരവയൊക്കെയായിരുന്നു. ഭൈരവയുടെ മനസ്സിൽ ആദ്യം വരുന്നത് ദാസിന്റെ കുടുംബത്തിന്റെ കാര്യമാണ്. ഭൈരവയുടെ കൂടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾമാര് വന്നിട്ട് ഭൈരവയോട് പറയുന്നുണ്ട്, അന്ന് ആ ശ്രീലങ്കൻ കുടുംബമാകട്ടെ ഇവിടെയല്ലേ വേസ്റ്റ് കളഞ്ഞതെന്ന്. അവിടുത്തെ CCTV ഫുട്ടേജ് എല്ലാം തന്നെ എടുക്കാൻ ACP പറയുന്നു. എന്നാൽ ഭൈരവ പറയുന്നുണ്ട് അവരൊരു നല്ല കുടുംബമോ, അവരങ്ങനെയൊന്നും ചെയ്യാൻ സാധ്യതയില്ല എന്ന്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് നുഴഞ്ഞു കയറുന്ന ആൾക്കാരോ തീവ്രവാദികളോ ഒക്കെയാണ് എങ്ങനെയൊക്കെ ചെയ്യുന്നത്. അത് കാരണം മറ്റു കോൺസ്റ്റബിൾസിന്റെ ആദ്യത്തെ സംശയം അത് ദാസിന്റെ കുടുംബം തന്നെയാണോ എന്നാണ്. എന്നാൽ ഒരു ചുമ്മാ സംശയത്തിന്റെ പേരിൽ ഒരു കുടുംബത്തിനെ ഈ ഒരു കേസിലേക്ക് വലിച്ചഴിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഭൈരവ പറയുന്നത്. അതേസമയം ഇവിടെ ചെന്നൈയിലാകട്ടെ നമ്മുടെ മുല്ലി വഴിയിൽ കണ്ട ഒരാളോട് ലിഫ്റ്റ് ചോദിച്ചു പോകുന്നുണ്ട്. ആദ്യം അയാൾക്ക് അവനെ തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. കാരണം ഓരോരുത്തർ എത്തിയ ശേഷവും അവനാകട്ടെ നിങ്ങൾ അതുവഴിയാണോ പോകുന്നത് ഇതുവഴിയാണോ പോകുന്നത് എന്ന് ചോദിച്ചിട്ട് അയാളുടെ കൂടെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം അവന്റെ സ്കൂൾ എത്തിക്കഴിയുമ്പോഴാണ് ഇവിടെ എന്നെ ഇറക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ ഇറങ്ങുന്നത്. എന്നാൽ ക്ലാസ്സിലേക്ക് ചെന്നിരുന്നപ്പോഴാണ് അവന് മനസ്സിലാകുന്നത് അവന്റെ സ്കൂളിലെ തന്നെ സാറായിരുന്നു അതെന്ന്. അത് കാരണം അവൻ പോയി അയാളോട് സോറി പറയുന്നു. എന്നാൽ അവന്റെ തമിഴ് കേട്ട ഉടനെ തന്നെ അയാൾ അവനോട് ചോദിക്കുന്നുണ്ട് നീ ശ്രീലങ്കനാണോ എന്ന്. ഇതുവരെ ആ സത്യം അവൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അയാൾ കണ്ടുപിടിച്ച സ്ഥിതിക്ക് അതേന്ന് പറയുന്നു. പക്ഷെ ഞങ്ങൾ ഇല്ലീഗലായിട്ടൊന്നും കയറിയതല്ല, വിസയൊക്കെ എടുത്തിട്ട് ഇവിടേക്ക് താമസത്തിന് വന്നതാണെന്നാണ് അവൻ പറയുന്നത്. അയാൾ കൂടുതലൊന്നും തന്നെ അവനോട് ചോദിക്കുന്നില്ല. ഇവിടെ ദാസാകട്ടെ പ്രകാശിനോട് പറയുന്നുണ്ട് തനിക്കൊരു ഫേക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഒപ്പിച്ചു തരാൻ പറ്റുമോ എന്ന്. കാരണം കോളനിയിൽ തന്നെ ഒരാൾക്ക് ഡ്രൈവറിന് ആവശ്യമുണ്ടെന്നൊരു ബോർഡ് കണ്ടു. 30,000 രൂപ മാസം സാലറി കിട്ടും. ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഞാൻ ഒപ്പിച്ചു തരാം, നിനക്ക് ഈ സ്ഥലമൊക്കെ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ദാസ് പറയുന്നുണ്ട് ഞാൻ ഓൾറെഡി വന്നപ്പോൾ തന്നെ ഈ സ്ഥലങ്ങളെല്ലാം പോയി കണ്ടുവെന്നും എനിക്കിപ്പോൾ എല്ലാ റൂട്ടും അറിയാമെന്നും. അങ്ങനെ ദാസും പ്രകാശും ചേർന്നിട്ട് ആ ഡ്രൈവറിനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ റിച്ചാർഡിന്റെ വീട്ടിലേക്ക് പോകുന്നു. പക്ഷെ അയാൾക്ക് കുറെ കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഒരാഴ്ച ട്രയൽ നോക്കും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറഞ്ഞു വിടും, ആ ഒരാഴ്ചത്തെ ശമ്പളമൊന്നും തന്നെ തരില്ല. ഭയങ്കര ദേഷ്യഭാവത്തിലാണ് അയാൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഒരാഴ്ച ശമ്പളം ഇല്ലാതെ പണിയെടുക്കേണ്ടി വരുമെന്ന് ആലോചിച്ചപ്പോൾ പ്രകാശ് പറയുന്നുണ്ട് നീ ജോലിക്ക് നിൽക്കണ്ട, അതാ നല്ലത്, നമുക്ക് വേറെ ഏതെങ്കിലും ജോലി നോക്കാമെന്ന്. മാത്രമല്ല അവിടുത്തെ ജോലിക്കാരനാകട്ടെ വന്നിട്ട് ഇയാളോട് പറയുന്നുണ്ട് ഇതിനു മുമ്പ് വന്നവരെല്ലാം തന്നെ ഒരാഴ്ച തികച്ചിട്ട് പോയതാണ്, അവർക്ക് ആർക്കും ജോലി കിട്ടിയില്ല എന്ന്. അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ദാസ്. ആ സമയത്ത് ഈ റിച്ചാർഡ് പറഞ്ഞിട്ട് ജോലിക്കാരൻ ചായയുമായിട്ട് വരുന്നുണ്ട്. എന്നാൽ ഇവർക്ക് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് കപ്പിലായിരുന്നു ചായയുമായിട്ട് വന്നത്. അത് കണ്ട് ദേഷ്യം വന്ന റിച്ചാർഡ് പറയുന്നുണ്ട് ഈ ചായ എടുത്തുകൊണ്ട് പോയിട്ട് നല്ല ഗ്ലാസ്സിൽ കൊണ്ടുവരാൻ. ഇവരിപ്പോൾ എന്റെ ഗസ്റ്റ് ആണ്, ഞാൻ ഏത് ഗ്ലാസ്സിലാണോ കുടിക്കുന്നത് അത് തന്നെ അവർക്കും കൊടുക്കണം, അല്ലാതെ ആളും തരവും നോക്കി നീ ഇങ്ങനെ വേർതിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അയാൾ അങ്ങനെ പറയുന്ന കേട്ടിട്ട് ദാസിന് അയാൾ നല്ലൊരു വ്യക്തിയാണെന്ന് തോന്നി. ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും അയാൾ നല്ലൊരു മനസ്സിനുടമയായിരിക്കും. അതുകൊണ്ട് ഒരാഴ്ച എന്തായാലും ട്രയൽ നോക്കാൻ ദാസ് തീരുമാനിക്കുകയാണ്. ഇവിടെ വസന്തിയാകട്ടെ ആ ഏജ്ഡ് കപ്പലിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ സ്ത്രീയാകട്ടെ സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. വസന്തി അങ്കിളിനോട് വന്നിട്ട് പറയുന്നുണ്ട് ആന്റിക്ക് സുഖമില്ലാന്ന് എനിക്കറിയാം, ഞാൻ അങ്കിളിന് വേണ്ടിയിട്ട് ആഹാരമായിട്ട് വന്നതാണെന്ന്. അവൾ ഇത്രയും കയറിയെന്ന് കണ്ടപ്പോൾ അയാളാകട്ടെ അവളോട് സംസാരിക്കുകയും കൂട്ടുകൂടിയൊക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ കല്യാണ ഫോട്ടോയും മറ്റും കാണിക്കുന്നു. ഇവർ രണ്ടുപേരും പ്രണയിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും വീട്ടുകാരുമായിട്ട് ഇവർക്ക് ഒരു സഹകരണവുമില്ല. ഇവർക്ക് ഇവരല്ലാതെ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ കോളനിയിലെ തന്നെ ആൾക്കാരുമായിട്ടും ഇവർ അധികം കമ്പനിയൊന്നും തന്നെ ഇല്ലായിരുന്നു. ഇവിടെ നമ്മുടെ ദാസാകട്ടെ ആ റിച്ചാർഡിനെ ഇംപ്രസ് ചെയ്യാനുള്ള ശ്രമമായിരുന്നു. ഓരോ ദിവസം കാറിൽ പോകുന്ന വഴിക്ക് ഓരോ പുതിയ പുതിയ പാട്ടുകളൊക്കെ ഇടുന്നുണ്ട്. എന്നാൽ റിച്ചാർഡിനാകട്ടെ ഇതൊക്കെ കേട്ട് ദേഷ്യമാണ് വരുന്നത്. അങ്ങനെ ദിവസങ്ങൾ ഓരോന്നായിട്ട് കടന്നു പോവുകയാണ്. ആ മദ്യപിച്ച് വഴക്കുണ്ടാക്കി നടക്കുന്ന പയ്യനില്ലേ, അവനെ കണ്ടപ്പോൾ
നിൽക്കുമ്പോൾ ദാസ് ചോദിക്കുന്നുണ്ട്, നീ ആഹാരം കഴിച്ചോ എന്ന്. ആ പയ്യൻ ഒരു നിമിഷം അവിടെ തന്നെ നിന്നിട്ട് തിരിഞ്ഞുപോലും നോക്കാതെ തന്റെ വീട്ടിലേക്ക് കയറിപ്പോയി. പതിയെ പതിയെ ദാസും വസന്തിയാകട്ടെ ആ ഏജ്ഡ് കപ്പിളുമായിട്ട് നല്ല കൂട്ടായിരുന്നു. അവർ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതേസമയം മദ്യപിച്ചിട്ട് ആ പയ്യനാകട്ടെ പലരുടെയും വീടിന്റെ മുൻപിൽ വൊമിറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിന്റെ പേരിൽ ആൾക്കാർ വന്ന് അവനെ അടിച്ചിട്ട് പോകുന്നു. എന്നാൽ ആ സമയത്തെല്ലാം തന്നെ ദാസ് മറ്റുള്ളവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണിക്കുന്നതെന്ന്. എന്നിട്ട് അവനോട് ദാസ് പറയുന്നുണ്ട്, നീ എന്ത് പ്രശ്നത്തിലാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിനക്ക് ഷെയർ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ എന്നോട് ഷെയർ ചെയ്യണം, ഞാൻ ഇവിടെ തന്നെ കാണുമെന്ന്. ഇവിടെ നമ്മുടെ ACP ആകട്ടെ ആകെ പണി കിട്ടിയിരിക്കുകയായിരുന്നു. അയാളൊരു സസ്പെക്ടിനെ ഇടിച്ച് അവശനാക്കിയില്ലേ, അയാൾ ഇപ്പോൾ ജീവിതത്തിനും മരണത്തിന്റെ ഇടയിൽ കിടക്കുകയാണ്. അയാൾ അങ്ങനെ മരിച്ചുപോയ ACPന്റെ ജോലി പോകും. തന്റെ മുഖം സംരക്ഷിക്കണമെങ്കിൽ ആ ബോംബ് കേസ് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണമെന്നാണ് മുകളിൽ നിന്ന് ഓർഡർ കിട്ടിയിരിക്കുന്നത്. ആ സമയത്ത് ഭൈരവയുടെ കൂടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾസ് ആകട്ടെ ദാസിന്റെ കുടുംബത്തിന്റെ മേലുള്ള സംശയം അയാളോട് പറയാൻ തുടങ്ങുന്നു. എന്നാൽ ഭൈരവ അവരെ തടുക്കുന്നുണ്ട്. ഓൾറെഡി തന്നെ പോലീസുകാർക്കിടയിൽ ഒരു സംസാരമുണ്ട്, ഇത് ശ്രീലങ്കയിൽ നിന്നോ മറ്റേതെങ്കിലും രാജ്യത്തിൽ നിന്നോ കയറിയ ആൾക്കാരുടെ പണിയായിരിക്കുമെന്ന്. എന്നാൽ അത് ഈ കുടുംബം തന്നെയാണെന്ന് ഒരിക്കലും ഉറപ്പിച്ചു പറയാൻ പറ്റില്ല എന്നാണ് ഭൈരവ പറയുന്നത്. അവരെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടേയില്ല. സംശയത്തിന്റെ പേരിൽ ആ കുടുംബത്തെ കസ്റ്റഡിയിൽ എടുക്കുകയാണെങ്കിൽ അവരുടെ ജീവിതം തന്നെ ഇല്ലാതെയാകും. അങ്ങനെ ഭൈരവ പറഞ്ഞപ്പോഴേക്കും ആ കോൺസ്റ്റബിൾസ് പറയുന്നുണ്ട്, നാളെ അവര് തന്നെയാണ് ക്രിമിനൽസ് എങ്കിൽ ACPയോട് ഞങ്ങൾ പറയും നിങ്ങൾ പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചതെന്ന്. ഒരിക്കലും അവരായിരിക്കില്ല എന്ന് തന്നെയാണ് ഭൈരവ പറയുന്നത്. ഇവിടെ നമ്മുടെ നിധു ആകട്ടെ തന്റെ പഴയ കാമുകിയെ ആലോചിച്ചിട്ട് ടെറസിൽ പോയിരിക്കുകയായിരുന്നു. ആ സമയത്ത് അവിടെ വെച്ച് ഒരാളെ അവൻ കാണുന്നുണ്ട്. കള്ളനെന്ന് പറഞ്ഞിട്ട് അവൻ വിളിച്ചു കൂവി. താഴെ നിന്ന് ഇൻസ്പെക്ടറിന്റെ കുടുംബവും ദാസും കുടുംബവും എല്ലാം തന്നെ മുകളിലേക്ക് കയറി വന്നു. ഇവൻ കള്ളനാണോ ഇനി വേറെന്തെങ്കിലും പ്രശ്നത്തിന് വന്നതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവൻ ലാസ്റ്റ് ആയിട്ട് ആരെയാണ് കോൾ ചെയ്തതെന്ന് നോക്കാൻ വേണ്ടി അവന്റെ ഫോൺ എടുത്തിട്ട് ഇവർ പരിശോധിക്കുന്നു. അതാകട്ടെ ആ ഇൻസ്പെക്ടറിന്റെ മകൾ കുരലിന്റെ കാമുകനായിരുന്നു. ലാസ്റ്റ് കോൾ ചെയ്തിരിക്കുന്നത് തന്നെയായിരിക്കുമെന്ന് അവൾക്ക് ഉറപ്പാണ്. അതുകൊണ്ട് അവളാകട്ടെ തന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ അതിനു മുമ്പേ തന്നെ നിധു ആകട്ടെ ആ ചെക്കന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി കോൾ ചെയ്യുന്നു. പക്ഷെ കോള് വരുന്നത് കുരലിന്റെ ഫോണിലേക്കല്ല, മറ്റേതോ ഒരു പെൺകുട്ടിയുടെ ഫോണിലേക്കായിരുന്നു. കൊണ്ടാട്ടി എന്നായിരുന്നു അവൻ ആ പെൺകുട്ടിയുടെ നമ്പർ സേവ് ചെയ്തിരുന്നത്. ആ പെൺകുട്ടിയുടെ സംസാരത്തിൽ നിന്നും ഇവൻ അവളുടെ കാമുകിയാണെന്ന് കുരലിന് മനസ്സിലായി. മാത്രമല്ല ആ പെൺകുട്ടിയുടെ വോയിസിൽ നിന്നും അത് തന്റെ ഫ്രണ്ട് കൂടിയാണെന്ന് കുരലിന് മനസ്സിലായി. അവൾ ദേഷ്യത്തിൽ വന്നിട്ട് ആ പയ്യനെ അടിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാവരോടും പറയുന്നുണ്ട്, ഇവനെ ഞാൻ വിളിച്ചിട്ടാണ് ഇവൻ ഇവിടേക്ക് വന്നതെന്ന്. ഇവന്റെ കാമുകനാ, പക്ഷെ ഇവൻ എന്നെ ചതിക്കുകയായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എല്ലാം ഇതോടെ അവസാനിച്ചു എന്ന് പറഞ്ഞിട്ട് അവൾ ദേഷ്യത്തിൽ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അറിയാതെയാണെങ്കിലും കുരലിന് വേണ്ടിയിട്ട് നിധു ചെയ്തത് ഒരു വലിയ ഹെൽപ്പ് തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസമാകട്ടെ ആ പാട്ടി വന്നിട്ട് ദാസനോടും വസന്തിയോടും പറയുന്നുണ്ട്, നിങ്ങൾ എന്റെ വീട്ടിലേക്കൊന്ന് വരുമോ? തന്റെ ഹസ്ബൻഡ് ഇതുവരെ എഴുന്നേറ്റിട്ടില്ല എന്ന്. എല്ലാ ദിവസവും എന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന ആളാണ്, പക്ഷെ ഇതുവരെയും എഴുന്നേറ്റിട്ടില്ല. അവരുടെ പേടി അയാൾ മരിച്ചു എന്നുള്ളതായിരുന്നു. അവര് വിളിച്ചൊന്നും നോക്കിയില്ല, ഓടി ഇങ്ങോട്ട് പോരുന്നതാണ്. അങ്ങനെ പേടിയോടുകൂടി എല്ലാവരും അവിടേക്ക് ചെല്ലുന്നു. അയാളുടെ കിടത്ത കണ്ടിട്ട് വസന്തി പോലും വിചാരിക്കുന്നുണ്ട് അയാൾ മരിച്ചുപോയി എന്ന്. ടെൻഷൻ കാരണം ഈ പാട്ടിയാകട്ടെ പുറത്ത് കസേരയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഇവരകത്തു പോയി അങ്കിളിനെ വിളിച്ചതും അയാൾ ഞെട്ടിക്കൊണ്ടിരുന്നു. അന്ന് കുറച്ച് ക്ഷീണം കൂടുതലുള്ളത് കൊണ്ട് അറിയാതെ ഉറങ്ങിപ്പോയതാണ്. ഇവരെല്ലാം ഇവിടെ വന്ന് വിളിച്ചതിന്റെ കാര്യം അയാൾക്ക് മനസ്സിലായി. തന്റെ ഭാര്യ താൻ മരിച്ചു എന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ചായിരിക്കും ഇവരെ പോയി വിളിച്ചത്. അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് വരുമ്പോഴേക്കും ഇയാള് മരിച്ചു കാണുമെന്നുള്ള ടെൻഷനിൽ കസേരയിലിരുന്ന ആ പാട്ടിയാകട്ടെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു കാഴ്ച കണ്ട് എല്ലാവരും തകർന്നുപോയി. ബന്ധുക്കൾ ആരുമില്ലാത്ത അവരുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ ആ വീട്ടിലേക്ക് ആരും തന്നെ വന്നില്ല. അയാൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഞങ്ങൾ ആ നാട് വിട്ടു പോകുന്ന സമയത്ത് എന്റെ ഭാര്യയുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജീവിതാവസാനം വരെയും ആരുമില്ലാതെ മരിക്കുമ്പോ പോലും അനാഥശവത്തെ പോലെ ഇവൾ കിടക്കേണ്ടി വരുമെന്ന്. ഇവരുടെ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. മരണവിവരം അറിഞ്ഞിട്ട് അയാൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അയാൾ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ഇവിടെ വന്ന് കണ്ടു കഴിയുമ്പോൾ അയാൾക്ക് മനസ്സിലാകും, ഈ വീട്ടില് ഈ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ ആരും തന്നെ ഇല്ലല്ലോ. അയാളുടെ ആ വിഷമം കണ്ടതും ദാസാകട്ട ആ കോളനിയിലുള്ള എല്ലാ വീട്ടിലും പോയിട്ട് ഈ വിവരം അറിയിക്കുന്നുണ്ട്. ആ കോളനിയിലുള്ള ആർക്കും തന്നെ ഇവരുമായിട്ട് ഒരു സഹകരണം ഇല്ലെങ്കിൽ പോലും ദാസ് വന്ന് എല്ലാവരോടും പറഞ്ഞത് കാരണം എല്ലാവരും തന്നെ മാലകളും മറ്റുമായിട്ട് ആ വീട്ടിലേക്ക് വരുന്നു. ചടങ്ങിൽ പങ്കെടുക്കാൻ ഈ പാട്ടിയുടെ അച്ഛൻ വന്നപ്പോ അവിടെ എല്ലാം തന്നെ ആൾക്കാരുണ്ടായിരുന്നു. തന്റെ ഭാര്യയുടെ മരണാനന്തര ചടങ്ങിൽ ഇത്രയും വലിയൊരു സഹായം ചെയ്തതിൽ ആ അങ്കിളാകട്ടെ ദാസിനോട് ഒരുപാട് നന്ദി പറയുന്നു. അതേ ടൈമില് രാമേശ്വരത്ത് കോൺസ്റ്റബിൾ ഭൈരവയുടെ അടുത്താകട്ടെ ഒരാള് കംപ്ലൈന്റ് കൊടുക്കാൻ വരുന്നുണ്ട്. അയാളുടെ നായക്കുട്ടി കാണാനില്ല എന്ന് പറഞ്ഞിട്ട്. നായക്കുട്ടിയുടെ ഫോട്ടോ കണ്ടതും ഭൈരവ ഞെട്ടിപ്പോയി. രാമേശ്വരം ബീച്ചിന്റെ അടുത്ത് വെച്ചാണ് കാണാതായതെന്ന് പറയുന്നു. ആ നായ്ക്കുട്ടിയുടെ കോളറിലുണ്ടായിരുന്ന ആ ഒരു ബെൽറ്റ് ഭൈരവയ്ക്ക് നല്ല കണ്ട ഓർമ്മയുണ്ട്. അത് നമ്മുടെ ദാസന്റെ കുടുംബത്തിന്റെ കയ്യിലുണ്ടായിരുന്ന നായ്ക്കുട്ടിയാണ്. അതോടുകൂടി മുല്ലി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കള്ളമായിരുന്നു എന്ന് ഭൈരവയ്ക്ക് മനസ്സിലായി. അങ്ങനെയെങ്കിൽ ആ ബോംബ് സ്ഫോടനവുമായിട്ട് ഇവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് ഭൈരവയ്ക്ക് തോന്നുന്നു. അയാൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയായിരുന്നു. ACPയോട് ഇതിനെപ്പറ്റി പറയണോ വേണ്ടോ എന്നുള്ള ചിന്തയിലായിരുന്നു അയാള്. ഇവിടെ നമ്മുടെ നിധുവും കുരലും ആകട്ടെ ടെറസിലിരുന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. എന്താണെങ്കിലും നീ കാരണം ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടതിൽ എനിക്ക് സന്തോഷമുണ്ടെന്ന് കുരലു പറയുന്നു. അവന് വേണ്ടിയിട്ട് ലണ്ടനിൽ പോയി പഠിക്കാനുള്ള പ്ലാൻ വരെ ഞാൻ ഉപേക്ഷിച്ചതാണ്. എന്നിട്ടാണ് അവൻ എന്നെ ഇങ്ങനെ ചീറ്റ് ചെയ്തത്. നിധു ആകട്ടെ അവന്റെ കാര്യങ്ങളും പറയുന്നു. താൻ ശ്രീലങ്കയിൽ നിന്ന് വന്നതാണെന്നും അവിടെ താൻ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ അവളുടെ
കല്യാണം നടക്കാൻ പോവുകയാണെന്ന്. ആരോടും പറയാത്ത കാര്യങ്ങളെല്ലാം തന്നെ അവനാകട്ടെ കുരലിനോട് പറഞ്ഞിരിക്കുന്നു. നീ എന്ത് വിശ്വാസത്തിലാണ് ഇതൊക്കെ എന്നോട് പറഞ്ഞതെന്ന് അവനോട് അവൾ ചോദിക്കുന്നു. നീ ഇതാരോടും പറയില്ല എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞതെന്നാണ് നിധു അവളോട് പറയുന്നത്. അവൻ എവിടെ നിന്ന് വന്നതാണെങ്കിലും അവന്റെ ക്യാരക്ടർ അവൾക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് അവൾ ആ കാര്യങ്ങളൊന്നും തന്നെ ആരോടും പറഞ്ഞില്ല. ഇവിടെ നമ്മുടെ ദാസാകട്ടെ വസന്തിയോട് പറയുന്നുണ്ട്, ആ റിച്ചാർഡിന്റെ വീട്ടിലെ ഡ്രൈവർ ജോലി പെർമനന്റ് ആയിട്ട് എനിക്ക് തന്നെ കിട്ടുമെന്ന്. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് അയാൾ എന്നെ നോക്കുന്ന കണ്ണുകൊണ്ടല്ല ഇപ്പോൾ നോക്കുന്നത്. ആ പാർട്ടിയുടെ മരണത്തില് ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം അയാൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു, അതുകൊണ്ട് അയാൾ ഇപ്പൊ എന്നെ വേറൊരു രീതിയിലാണ് കാണുന്നത്. എനിക്ക് ആ ജോലി എന്തായാലും കിട്ടും. അങ്ങനെ ഒരാഴ്ച തീർന്നു കഴിഞ്ഞപ്പോൾ ദാസ് റിച്ചാർഡിന്റെ അടുത്ത് ജോലി പെർമനന്റ് ആക്കുമെന്ന് ചോദിക്കുമ്പോൾ റിച്ചാർഡ് പറയുന്നുണ്ട്, ഒരാഴ്ച കഴിഞ്ഞു, ഇനി നിനക്ക് പോകാം, ഇവിടെ ജോലിയില്ല എന്ന്. അത് കേട്ടതും ദാസ് ആകെ തകർന്നു പോയി. അയാൾ എന്തൊക്കെ പറഞ്ഞിട്ട് റിച്ചാർഡ് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് വിഷമത്തിലാണ് ദാസ് വീട്ടിലേക്ക് വന്നത്. ആ സമയത്ത് കുരലിനെ അവളുടെ അമ്മയാകട്ടെ ദാസിന്റെ വീട്ടിലേക്ക് കൊണ്ടാക്കിയിരുന്നു. അവർ പുറത്തേക്ക് പോവുകയാണ്, ഇവളെ ഒന്ന് നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട്. ദാസ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ആ നായക്കുട്ടിയാകട്ടെ വീണ്ടും അവിടെ കാര്യം സാധിച്ചു വെച്ചിട്ടുണ്ട്. ദേഷ്യം വന്ന അയാളാകട്ടെ ആ നായയെ പുറത്തു കൊണ്ടുപോയി കളഞ്ഞിട്ട് മദ്യപിച്ചിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. ഇവിടെ മുല്ലിയാകട്ടെ നായെ കാണാത്ത കാരണം ആകെ വിഷമത്തിലായിരുന്നു. ഇയാൾ ഇങ്ങനൊരു അവസ്ഥയിൽ വന്നു കയറുന്നത് കണ്ടിട്ട് വസന്തിക്കും ദേഷ്യം വരുന്നു. നിങ്ങളിത് എന്ത് ഭാവിച്ചാണെന്ന് ചോദിക്കുന്നു. ജോലി കിട്ടാത്തതിന്റെ കാര്യമെല്ലാം തന്നെ അയാൾ പറയുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് തമ്മിൽ വാക്കുതർക്കമൊക്കെ ആവുന്നുണ്ട്. ഇതെല്ലാം തന്നെ കുരലും കേൾക്കുന്നുണ്ടായിരുന്നു. നായയെ കൊണ്ടുപോയി കളഞ്ഞതിന്റെ പേരിൽ മുല്ലിയും പ്രശ്നം ഉണ്ടാക്കുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് പുറത്തേക്ക് വന്ന നിധു പറയുന്നുണ്ട്, അവന്റെ അനുവാദമില്ലാതെ അവന്റെ നായയെ അച്ഛൻ കൊണ്ട് കളഞ്ഞത് ശരിയായില്ല എന്ന്. എന്നോട് കാണിച്ചത് അവനോടും കാണിക്കരുത്. എന്റെ അനുവാദം ഇല്ലാതെയാണ് നിങ്ങൾ എന്നെ നിർബന്ധിച്ച് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. എനിക്കത് കാരണം നഷ്ടപ്പെട്ടത് എന്റെ പ്രണയമാണ്. എന്നാൽ ഇതെല്ലാം കേട്ട് ദാസ് പറയുന്നുണ്ട്, നമ്മുടെ ജീവിത സാഹചര്യം അതായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇവിടേക്ക് വന്നേ പറ്റുമായിരുന്നുള്ളൂ. ആ സമയത്ത് എനിക്ക് മറ്റൊന്നും ചിന്തിക്കാൻ തോന്നിയില്ല. എന്റെ ഫാമിലി സേഫ് ആക്കുകയായിരുന്നു എന്റെ ലക്ഷ്യം. പിന്നെ നിന്നെ സ്നേഹിക്കുന്ന ആ പെൺകുട്ടിയെ ഏതെങ്കിലും വിധേന ഞാൻ കണ്ടെത്തി നിന്റെ അടുത്ത് തന്നെ തിരിച്ചു കൊണ്ടുവരും. എന്നാൽ അതിന് നടക്കില്ല എന്ന് തന്നെയാണ് നിധു പറയുന്നത്. കാരണം ഇന്നവളുടെ കല്യാണമായിരുന്നു. നീ ശ്രീലങ്കയിൽ നിന്ന് ഇവിടേക്ക് വന്നിട്ട് വെറും 2 ആഴ്ച ആകുന്നേയുള്ളൂ. അത്രയും ടൈം പോലും നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റാത്ത അവളെ നീ സ്നേഹിക്കാതിരിക്കുന്നത് തന്നെ നല്ലതെന്നാണ് ദാസ് പറയുന്നത്. 2 ആഴ്ച കൊണ്ട് അവള് നിന്നെ മറന്നിട്ട് മറ്റൊരാളെ വിവാഹം കഴിച്ചിരിക്കുന്നു. ഇതെന്തൊരു സ്നേഹമാണെന്ന് ദാസ് ചോദിക്കുന്നുണ്ട്. പിന്നെ രാത്രിക്ക് രാത്രി നാട് വിട്ടുപോയ എനിക്ക് വേണ്ടിയിട്ട് എത്ര കാലം അവള് വെയിറ്റ് ചെയ്തിരിക്കുമെന്നാണ് നിധു ചോദിക്കുന്നത്. വീട്ടിലെ പ്രഷർ കാരണമായിരിക്കും അവൾ വിവാഹം കഴിച്ചത്. ഒരിക്കലും സന്തോഷത്തോടു കൂടി അവൾ ഈ വിവാഹം കഴിക്കില്ല. അതുപോലൊരു പെണ്ണിന് വേണ്ടിയിട്ട് നീ എന്നോട് എന്തിനാ മോനെ ദേഷ്യം കാണിക്കുന്നതെന്ന് അയാൾ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഒരിക്കലും എന്റെ പ്രണയം നഷ്ടപ്പെട്ടതിന്റെ പേരിലല്ല ഞാൻ അച്ഛനോട് ദേഷ്യം കാണിക്കുന്നത്. നമ്മളെ നാട് വിട്ടു പോയതിന്റെ പേരിലാണ്. എന്റെ കോഴ്സ് കംപ്ലീറ്റ് ആയി എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയതാണ്. ക്യാമ്പസ് ഇന്റർവ്യൂവിന് എനിക്ക് ജോലിയും കിട്ടിയേനെ. ആ ജോലി കിട്ടിയിട്ട് അച്ഛനെ സഹായിക്കണമെന്നും അച്ഛനിങ്ങനെ കഷ്ടപ്പെടുന്നത് നിർത്തണമെന്നും ഒക്കെ പറയാനിരിക്കുകയായിരുന്നു ഞാൻ. എന്നാൽ രാത്രിക്ക് രാത്രി അവിടെ നിന്നും കയറി ഇങ്ങോട്ട് വന്നത് കാരണം എന്റെ ആ സർട്ടിഫിക്കറ്റിന് ഒരു വാല്യൂയും ഇല്ല. എനിക്കിവിടെ ഒരു ജോലിയും കിട്ടില്ല. മാത്രമല്ല ഇവിടെ വന്നൊരു ഡ്രൈവറായിട്ട് അച്ഛൻ കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നുമില്ല. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഈ ദേഷ്യം കാണിച്ചതെല്ലാം തന്നെ. നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്ന കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. പുറത്തു പോയി ഒരു ജോലി പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ എനിക്ക്. ശരിക്കും അവന്റെ മനസ്സിൽ അവന്റെ പ്രണയിനിയെ നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ തന്റെ അച്ഛൻ ഇവിടെ വന്നിട്ട് കഷ്ടപ്പെടുന്നതിന്റെ വേദനയായിരുന്നു. അത് മനസ്സിലാക്കിയ അയാളാകട്ടെ തന്റെ മകനോട് ക്ഷമ ചോദിക്കുന്നു, അവനെ തെറ്റിദ്ധരിച്ചതിന്റെ പേരിൽ. പഴക്കൊക്കെ മതി, എല്ലാവരും വന്നിരുന്ന് കഴിക്കാൻ പറഞ്ഞിട്ട് വസന്തിയാകട്ടെ എല്ലാവർക്കും ആഹാരം വിളമ്പുന്നു. ആ സമയത്ത് നിധു ആകട്ടെ ദാസിനോട് പറയുന്നുണ്ട്, എനിക്ക് അച്ഛനെ ഒരു കാര്യം കാണിക്കണമെന്ന് എന്നും പറഞ്ഞിട്ട് അവനങ്ങോട്ട് ഒരു വീഡിയോ കാണിക്കുന്നു. അവൻ വിചാരിച്ചത് അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടി വീട്ടുകാരുടെ നിർബന്ധം കാരണം വിവാഹം കഴിച്ചതായിരിക്കും. ഒട്ടും സന്തോഷത്തോടെ ഒന്നും ആയിരിക്കില്ല വിവാഹത്തിൽ പങ്കെടുത്തതെന്ന്. എന്നാൽ അവളാകട്ടെ ഒരുപാട് ഹാപ്പി ആയിട്ട് ഡാൻസ് ഒക്കെ കളിച്ചിട്ടാണ് ആ ഒരു വിവാഹവേദിയിലേക്ക് എത്തിയത്. അത് കണ്ടിട്ട് എല്ലാവർക്കും ചിരി വരുന്നുണ്ടായിരുന്നു. അവൾ എന്നോട് പറഞ്ഞത് നമ്മുടെ കല്യാണത്തിന് ഈ പാട്ടിട്ട് ഡാൻസ് കളിച്ച് അവള് വരുമെന്നാണ്. ഇനിയിപ്പോ ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും അവളെ മാത്രമേ ഓർമ്മ വരൂ. അതും പറഞ്ഞ് അവനിരുന്ന് കരയാൻ തുടങ്ങി. ഇത് കേട്ട് മുല്ലിയാകട്ടെ ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് ആ പാട്ടിട്ടിട്ട് അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നു. അത് കണ്ടിട്ട് നമ്മുടെ നിധുവിന് ചിരിയാണ് വരുന്നത്. മുല്ലി എന്നിട്ട് വന്നിട്ട് ഇവനോട് പറയുന്നുണ്ട്, ഇനി ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ചേട്ടന്റെ നഷ്ടപ്പെട്ട കാമുകിയായിരിക്കില്ല, എന്നെ ആയിരിക്കും ഓർമ്മ വരുന്നതെന്ന്. അതുകൊണ്ട് ഇനി പ്രശ്നമില്ലല്ലോ. അതും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും ചേർന്ന് ഡാൻസ് കളിക്കുകയാണ്. ഈ ഫാമിലിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബോണ്ടിങ് എല്ലാം തന്നെ കുരലിന് ഒരുപാട് ഇഷ്ടമായി. പതിയെ പതിയെ അവളാകട്ടെ നമ്മുടെ നിധുവിനെ സ്നേഹിക്കാൻ ആരംഭിച്ചിരുന്നു. ഇവിടെ നമ്മുടെ രാമേശ്വരത്ത് ഭൈരവയാകട്ടെ ആ ACPയോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നു. ആ ശ്രീലങ്ക ഫാമിലിയെ തനിക്ക് ഡൗട്ട് ഉണ്ടെന്നുള്ള കാര്യം. ഇത് നേരത്തെ പറയാത്തതിന്റെ പേരിൽ ACP ആകട്ടെ അയാളെ അടിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ദാസാകട്ടെ ജോലി കിട്ടാത്ത കാരണം റിച്ചാർഡിനോട് വന്ന് പറയുന്നുണ്ട്, ഈ ജോലി എനിക്ക് കിട്ടുമെന്ന് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. പെട്ടെന്ന് എനിക്ക് ജോലിയില്ലാന്ന് പറഞ്ഞപ്പോൾ ദേഷ്യം വരികയും ആ ദേഷ്യത്തിൽ നിങ്ങളെ ഞാൻ എന്തൊക്കെയോ പറയുകയും ചെയ്തു. അതിനെന്നോട് ക്ഷമിക്കണം. അതും പറഞ്ഞിട്ട് കീയും കൊടുത്തിട്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങിയതാണ്. വീണ്ടും തിരിഞ്ഞു നിന്നിട്ട് ഒരു കാര്യം കൂടി റിച്ചാർഡിനോട് പറയുന്നു, ഞാൻ നിങ്ങളോടൊരു സത്യം മറച്ചു വെച്ചിരുന്നു. യഥാർത്ഥത്തിൽ ഞാൻ ഈ നാട്ടുകാരനോ കേരളത്തിൽ നിന്ന് വന്നതോ ഒന്നും തന്നെയല്ല. എന്റെ നാട് ശ്രീലങ്കയാണ്. അവിടെ നിന്ന് ആരും അറിയാതെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കടന്നത്. അവിടുത്തെ ഫിനാൻഷ്യൽ ക്രൈസിസ് കാരണമാണ് എനിക്ക് നാട് വിടേണ്ടി വന്നത് തന്നെ. എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കള്ളത്തരങ്ങളെല്ലാം പറഞ്ഞ് ഇവിടെ കൂടിയത്. ദാസ് ആ സത്യങ്ങൾ തുറന്നു പറഞ്ഞതും റിച്ചാർഡ് ആകട്ടെ ആ കീ എടുത്ത് അയാൾക്ക് ഇട്ടുകൊടുക്കുന്നു. കാരണം ഓൾറെഡി തന്നെ റിച്ചാർഡിന്
മനസ്സിലായിട്ടുണ്ടായിരുന്നു ദാസ് ശ്രീലങ്കക്കാരനാണെന്ന്. അയാളുടെ തമിഴ് സംസാരത്തിലെ വ്യത്യസ്തത കൊണ്ട് തന്നെ റിച്ചാർഡ് ആദ്യമേ മനസ്സിലാക്കിയത്. എന്നാൽ അത് ദാസിന്റെ വായിൽ നിന്ന് തന്നെ റിച്ചാർഡിന് കേൾക്കണമായിരുന്നു. ഈ ഒരാഴ്ച പീരീഡിനുള്ളിൽ ദാസ് ആ സത്യങ്ങൾ ഇയാളോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ അപ്പോൾ തന്നെ അയാൾ ജോലി കൊടുത്തേനെ. തന്റെ അടുത്ത് ജോലിക്ക് നിൽക്കുന്ന ആള് സത്യസന്ധനായിരിക്കണമെന്ന് നിർബന്ധം റിച്ചാർഡിനുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാ സത്യങ്ങളും ദാസ് തുറന്നു പറഞ്ഞതുകൊണ്ട് തന്നെ ദാസിന് ആ ജോലി റിച്ചാർഡ് കൊടുക്കുന്നു. അതോടുകൂടി ദാസ് ഒരുപാട് ഹാപ്പിയായി. മാത്രമല്ല ആ കോളനിയിലുള്ള എല്ലാവരെയും ചേർത്തിരുത്തി അവർ സംസാരിക്കുകയും ചെയ്യുന്നു. തങ്ങൾ ശ്രീലങ്കയിൽ നിന്ന് വന്നതാണെന്നും ഇല്ലീഗലായിട്ടാണ് എവിടേക്ക് കടന്നതെന്നുമുള്ള സത്യങ്ങളെല്ലാം തന്നെ അവരോട് പറയുന്നു. ദാസ് അവരോടെല്ലാം തന്നെ പെരുമാറിയ രീതി വെച്ചിട്ട് എല്ലാവർക്കും ദാസിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. മാത്രമല്ല ദാസും കുടുംബവും സംസാരിക്കുന്ന തമിഴ് ശൈലിയാകട്ടെ ആ കോളനിയിലുള്ള എല്ലാവരും തന്നെ മനസ്സിലാക്കുകയും അവരും അതുപോലെ സംസാരിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നേരത്തെ അധ്യാപകന്റെ അടുത്ത് അങ്ങോട്ട് ലിഫ്റ്റ് ചോദിച്ചു പോയിക്കൊണ്ടിരുന്ന മുള്ളിയാകട്ടെ ഇപ്പോൾ അവൻ നടന്നു പോകുന്ന കണ്ടിട്ട് അങ്ങോട്ട് ചെന്ന് അവനെ കൂട്ടിക്കൊണ്ട് സ്കൂളിലേക്ക് പോകുന്നു. ദാസിനെ എവിടെ വെച്ച് കണ്ടാലും കോളനിയിലുള്ള ആൾക്കാരെല്ലാം തന്നെ ഓടി വന്ന് ദാസിനോട് സംസാരിക്കും. മാത്രമല്ല റിച്ചാർഡിന്റെ ഒരു സുഹൃത്തിന്റെ സഹായത്തോടു കൂടി നമ്മുടെ നിധുവിന് ഒരു കമ്പനിയിൽ ജോലി കൂടി ശരിയാക്കിയിരുന്നു. അങ്ങനെ ഇരിക്കെ പാട്ടി മരിച്ചില്ലേ, അതിന്റെ ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ട് ആ കോളനിയിലെ ആൾക്കാരെല്ലാം തന്നെ കൂടിയിട്ടുണ്ട്. എല്ലാവരും പാട്ടിയെ പറ്റിയും മറ്റും സംസാരിക്കുന്നു. ആ കൂട്ടത്തിൽ സ്ഥിരമായിട്ട് മദ്യപിച്ച് നടക്കുന്ന ആ പയ്യനില്ലേ, അവനും വരുന്നുണ്ട്. അവനെ കണ്ടതും ആൾക്കാരെല്ലാം കൂടി ദേഷ്യത്തോടെ അവനെ വഴക്ക് പറയാൻ തുടങ്ങി. നീ എന്തിനാ ഈ സ്റ്റേജിൽ കയറിയതെന്ന് ചോദിച്ചിട്ട്. എന്നാൽ അവനാകട്ടെ തന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്. ഇനി ആർക്ക് ശല്യമായിട്ട് ഞാൻ ഈ നാട്ടിലുണ്ടാകില്ല, എനിക്ക് ദുബായിൽ ജോലി കിട്ടി, ഞാൻ ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മുക്തി നേടി അങ്ങോട്ടേക്ക് പോവുകയാണെന്ന്. എല്ലാവരും ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മാത്രമേ കണ്ടുള്ളൂ, എന്റെ പ്രശ്നം എന്താണെന്ന് ആരും അറിയാൻ ശ്രമിച്ചില്ല. അങ്ങനെ ശ്രമിച്ചെങ്കിൽ അതൊരാൾ മാത്രമാണ്, അത് ദാസങ്കളാണ്. ശരിക്കും ഈ പയ്യനും അമ്മയുമായിരുന്നു ആ വീട്ടിൽ താമസിച്ചിരുന്നത്. വളരെ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന കുടുംബമായിരുന്നു. എന്നാൽ അവന്റെ അമ്മയ്ക്ക് അൽഷിമേഴ്സ് വരികയും പതിയെ അവൻ മകനാണെന്നുള്ള കാര്യം പോലും അവർ മറന്നു പോവുകയും ചെയ്യാൻ തുടങ്ങി. തന്നെ പോലെ അമ്മ മറന്നു തുടങ്ങിയത് കാരണം അവനത് താങ്ങാൻ പറ്റാതെയാണ് മദ്യപിച്ചു തുടങ്ങിയത്. ഒരു ദിവസം അമ്മ മരിച്ചുപോയി. അത് ആരും തന്നെ അറിഞ്ഞില്ല. എല്ലാം നഷ്ടപ്പെട്ട അവനാകട്ടെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് വിഷം കഴിക്കുകയായിരുന്നു. അതും കഴിച്ച് റോഡിലൂടെ നടന്നു പോകുന്ന വഴിക്ക് അവൻ കൊഴിഞ്ഞു വീണു. എന്നാൽ ആ സമയത്ത് താൻ ചെയ്തത് തെറ്റായി പോയോ എന്ന് അവന് തോന്നിയിരുന്നു. പലരോടും തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ അവൻ പറഞ്ഞെങ്കിലും ആരും തിരിഞ്ഞുപോലും നോക്കിയില്ല. അന്ന് അവിടേക്ക് വന്ന് അവനെ രക്ഷിച്ചത് ഈ ദാസ് തന്നെയാണ്. അതായത് ദാസ് ചെന്നൈയിലേക്ക് വരുന്ന വഴിക്ക് ഒരാൾ റോഡിൽ കൊഴിഞ്ഞു കിടക്കുന്ന കണ്ടിട്ട് പ്രകാശിനെ കൊണ്ട് ആംബുലൻസ് വിളിപ്പിച്ചില്ലേ, അത് ഈ പയ്യൻ തന്നെയായിരുന്നു. അവന്റെ അമ്മ പോയ ശേഷം അവനോട് ആഹാരം കഴിച്ചു എന്ന് ചോദിച്ചത് ഈ ദാസ് മാത്രമായിരുന്നു. അവന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ദാസിന് കഴിഞ്ഞു. അതുപോലെ ആരെങ്കിലും ഒരാള് എന്നോട് നേരത്തെ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ഇത്രയധികം ശല്യം ആർക്കും ഉണ്ടാക്കില്ലായിരുന്നു. അവൻ അങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് എല്ലാവരും ആകെ സങ്കടത്തിലായി. അവരാരും തന്നെ അവന്റെ പ്രശ്നം അറിയാൻ ശ്രമിച്ചിരുന്നില്ല. ആ സംഭവത്തിന് ശേഷം ദാസ് ആകട്ടെ എല്ലാവരുടെയും മുന്നിൽ ഹീറോ ആയിരുന്നു. അതേസമയം ഇവരുടെ കോളനിയിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് നിധു ആകട്ടെ കുരലിനോട് ചോദിക്കുന്നുണ്ട്, ഇനി നിന്റെ ഭാവി പരിപാടിയൊക്കെ എന്താണെന്ന്. ലണ്ടനിലേക്ക് പോകണമെന്നാണ് ആഗ്രഹമെന്ന് അവൾ പറയുന്നു. എന്നാൽ ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് നിധു പറയുന്നുണ്ട്, നിന്റെ പഴയ കാമുകൻ നിന്നോട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ, അതിപ്പോ ഞാൻ നിന്നോട് പറയുകയാണെന്നിരിക്കട്ടെ, നീ ലണ്ടനിലേക്കൊന്നും പോകില്ല. ആ ഡയലോഗ് ഇങ്ങനെയായിരുന്നു, നീ ലണ്ടനിലേക്ക് പോയി കഴിഞ്ഞാൽ കടല് കടന്ന് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ വരെ വരും. അവളുടെ പഴയ കാമുകൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടാണ് അവള് മനസ്സലിവ് തോന്നിയിട്ട് ലണ്ടനിലേക്കൊന്നും പോകാതെ ഇരുന്നത്. എന്നാൽ ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് കുരൽ അവളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നു. ഇപ്പോൾ എന്റെ കാമുകൻ നീയാണെങ്കിൽ നീ ഒരിക്കലും അങ്ങനൊരു ഡയലോഗ് പോലും പറയേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി നീ എനിക്ക് വേണ്ടിയിട്ട് ശ്രീലങ്കയിൽ നിന്നും കടല് കടന്നാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. അവൾ അങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് അവന് മനസ്സിലായി അവൾ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ രാമേശ്വരത്തുള്ള ഭൈരവയും മറ്റു പോലീസുകാരും ചേർന്നിട്ട് ദാസും കുടുംബവും സഞ്ചരിച്ചിരുന്ന ആ ഒരു ക്യാബ് കണ്ടുപിടിക്കുകയും ആ ക്യാബിൽ അവരെ എവിടെയാണ് ഇറക്കിയതെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ ചെന്നൈ ലക്ഷ്യമാക്കി വരികയാണ്. ഇവിടെ നമ്മുടെ പ്രകാശ് ആകട്ടെ ദാസിന്റെ വീട്ടിലേക്ക് വരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഇവിടെയുള്ള അയൽക്കാരുമായിട്ട് നിങ്ങൾ അധികം ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ലല്ലോ എന്ന് പ്രകാശ് ചോദിക്കുന്നു. വസന്തി പറയുന്നുണ്ട്, അങ്ങനെ ആരോടും ഞങ്ങൾ കൂട്ടൊന്നും കൂടിയിട്ടില്ല എന്ന്. എന്നാൽ ആ സമയത്ത് തന്നെ അയൽവക്കത്തുള്ള ഒരുപാട് സ്ത്രീകൾ വസന്തിയെ കാണാൻ അവിടേക്ക് വരുന്നുണ്ട്. അവരോടെല്ലാം തന്നെ ഇവർ ശ്രീലങ്കയിൽ നിന്ന് വന്നതാണെന്നുള്ള കാര്യം പറഞ്ഞെന്നറിഞ്ഞതും പ്രകാശ് ആകെ ദേഷ്യത്തിലായി. ആരെയും വിശ്വസിക്കാൻ പറ്റില്ല, പലരും നമ്മളെ ചതിക്കുമെന്നാണ് പ്രകാശ് പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് പ്രകാശ് ഇവിടേക്ക് വന്നപ്പോഴും ഇതുപോലെ ഒരുപാട് ചതികളിൽ പെട്ടിരുന്നു. പിന്നീട് കാണിക്കുന്നത് ആ രാമേശ്വരത്ത് നിന്നുള്ള ACPയും മറ്റു പോലീസുകാരും ചെന്നൈയിലേക്ക് എത്തുകയും നമ്മുടെ ദാസ് താമസിക്കുന്ന വീട്ടിൽ ആ ഇൻസ്പെക്ടറിന്റെ അടുത്തേക്ക് വന്നിട്ട് ഈ കോളനിയിൽ ഒരു ശ്രീലങ്കൻ കുടുംബം താമസിക്കുന്നതിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അത് കേട്ടതും ഇൻസ്പെക്ടർ ഒന്ന് ഞെട്ടി. ആ ശ്രീലങ്കൻ കുടുംബത്തിന് രാമേശ്വരത്തുണ്ടായ ബോംബ് സ്ഫോടനവുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്നാണ് ACP പറയുന്നത്. നമ്മുടെ ഇൻസ്പെക്ടർ ആകെ ടെൻഷനിലായി. ഇൻസ്പെക്ടറിനെയും കൂട്ടി ACP സംഘവും പെട്ടെന്ന് കോളനിയിലേക്ക് എത്തുകയും അവിടെ എല്ലാം തന്നെ പോലീസുകാരെ വിന്യസിപ്പിച്ചിട്ട് മൈക്കിലൂടെ വിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ട്, ഇവിടെ എവിടെയൊരു വീട്ടില് ഒരു ശ്രീലങ്കൻ കുടുംബം താമസിക്കുന്നുണ്ട്, അവർ ടെററിസ്റ്റുകളാണെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും അവരെ പറ്റിയുള്ള വിവരങ്ങൾ അറിയാമെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളെ വന്ന് അറിയിക്കണം, അല്ലെങ്കിൽ ആ കുടുംബം തന്നെ സ്വയം വന്ന് കീഴടങ്ങണമെന്ന്. ഇത് കേട്ടതും ആ നാട്ടിലുള്ള ആൾക്കാരെല്ലാം തന്നെ പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കുന്നുണ്ട്. കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടും ആരും ഒരു ഇൻഫർമേഷനും കൊടുക്കാത്ത കാരണം ഓരോ വീടുകളും കയറി ഇറങ്ങി സെർച്ച് ചെയ്യാൻ ACP തീരുമാനിക്കുകയാണ്. കാരണം ആ
കുടുംബത്തിലെ അംഗങ്ങളുടെ മുഖം വ്യക്തമായിട്ട് അറിയാവുന്നത് ഭൈരവയ്ക്കാണ്. ഭൈരവയും ACP കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ദാസും കുടുംബവും. എന്ത് വരികയാണെങ്കിലും നമുക്ക് നേരിടാമെന്ന് പറഞ്ഞിട്ട് അവർ വീടിനുള്ളിൽ തന്നെ ഇരിക്കുകയാണ്. ഓരോ വീടുകളും കയറി ഇറങ്ങിയിട്ട് അവിടെ എങ്ങും തന്നെ ആ കുടുംബം ഇല്ലാന്ന് പറഞ്ഞിട്ട് അവസാനം നമ്മുടെ ഇൻസ്പെക്ടറിന്റെ വീട്ടിലേക്കാണ് വരുന്നത്. മുകളിൽ താമസിക്കുന്ന വാടകക്കാരെ കാണാൻ വേണ്ടിയിട്ട് ACP സംഘം അവിടേക്ക് വരുന്നു. ടെൻഷൻ അടിച്ചിരുന്ന ദാസിന്റെ അടുത്തേക്ക് വന്നിട്ട് ഡോക്യുമെന്റ്സ് എടുത്തിട്ട് വരാൻ ACP പറയുന്നുണ്ട്. ഫേക്ക് ആയിട്ടുണ്ടാക്കിയ ആധാർ കാർഡൊക്കെ ഇവർ കൊണ്ട് കാണിക്കുന്നു. പക്ഷേ ACP ഇവരോട് സംസാരിക്കുന്നതിൽ നിന്നും ഇവരുടെ സംസാരം ശ്രീലങ്കൻ തമിഴ് രീതിയിലായതുകൊണ്ട് നല്ല പോലെ ഡൗട്ട് അടിക്കുന്നു. ഭൈരവയെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബം ഇത് തന്നെയല്ലേ എന്ന്. ദാസും കുടുംബം ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയായിരുന്നു. ഭൈരവ ഇപ്പോൾ സത്യങ്ങൾ തുറന്നു പറയുകയും തങ്ങൾ കുടുങ്ങുകയും ചെയ്യും. ആ ബോംബ് ബ്ലാസ്റ്റുമായിട്ട് ഇവർക്കൊരു ബന്ധവുമില്ല. പക്ഷേ ഇവർ ഇല്ലീഗലായിട്ട് വന്നത് കൈയോടെ പിടിക്കും. എന്നാൽ ഭൈരവയാകട്ടെ ഇവരെ ഞെട്ടിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇതാ കുടുംബമല്ല എന്ന്. ഇവരും അല്ലെങ്കിൽ പിന്നെ ഏത് കുടുംബമാണെന്നാണ് ഭൈരവയുടെ ACP ചോദിക്കുന്നത്. നീ എന്താ ആളെ കളിയാക്കിയാണോ? അതും പറഞ്ഞിട്ട് ACP ദേഷ്യപ്പെടുമ്പോഴാകട്ടെ മുകളിൽ നിന്ന് ഒരു കോള് വരുന്നുണ്ട്. ഇയാൾ നേരത്തെ അടിച്ച് അവശനാക്കി ഇട്ടിരുന്നില്ലേ, അയാൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട്. ഈ ACP അറസ്റ്റ് ചെയ്യാൻ മറ്റൊരു സംഘം പോലീസുകാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതോടുകൂടി ACPയും മറ്റു പോലീസുകാരും ഇവരുടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. ഭൈരവ എന്തുകൊണ്ടാണ് തങ്ങളെ കാട്ടിക്കൊടുക്കാതിരുന്നതെന്നുള്ള ഡൗട്ട് ദാസിന് തോന്നി. അയാൾ ഭൈരവയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ സംരക്ഷിച്ചതെന്ന്. ഇപ്പോഴാണ് ഭൈരവ നേരത്തെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നത്. ഇവർ ഓരോ വീടുകളിലും കയറി ഇറങ്ങി സെർച്ച് ചെയ്യുമ്പോഴും അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഫാമിലീസും ശ്രീലങ്കൻ തമിഴിൽ തന്നെയായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത്. അതായത് ദാസും കുടുംബമായിട്ട് ചേർന്നിട്ട് ശ്രീലങ്കൻ തമിഴ് സ്ലാങ് അവർ പഠിച്ചിരുന്നു. അതുകൊണ്ട് ACPക്കും സംഘത്തിനും മനസ്സിലാക്കാൻ പറ്റിയില്ല യഥാർത്ഥത്തിൽ ഏത് കുടുംബമാണ് ശ്രീലങ്കയിൽ നിന്ന് വന്നതെന്ന്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കോളനിയിലെ മുഴുവൻ ആൾക്കാരും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആ ബോംബ് സ്ഫോടനവുമായിട്ട് നിങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ലാന്നും നിങ്ങൾ വെറും പാവങ്ങളാണെന്നും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാട്ടിക്കൊടുക്കാതിരുന്നത്. ശ്രീലങ്കയിൽ നിന്ന് വന്നതാണെങ്കിലും നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഒരു വലിയ കുടുംബമുണ്ടെന്നാണ് ഭൈരവ ദാസിനോട് പറയുന്നത്. ദാസ് തിരിഞ്ഞു നോക്കുമ്പോൾ ആ കോളനിയിലെ മുഴുവൻ ആൾക്കാരും അയാൾക്ക് വേണ്ടിയിട്ട് ആ റോഡിലുണ്ടായിരുന്നു. ദാസ് കൊണ്ടു കളഞ്ഞെന്ന് പറഞ്ഞ ആ ചെറിയ നായ പോലും അവിടെ ഉണ്ടായിരുന്നു. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എന്തായാലും കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മാത്രമല്ല നമ്മുടെ കൊറിയൻ ഡ്രാമ സീരീസുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്